നാളെയാണ് കേരളത്തിലെ മലയാളികൾ, ബഹുഭൂരിപക്ഷം മലയാളികൾ എന്ന വാക്ക് തന്നെ ഉപയോഗിക്കുന്നത്. പിന്നെ കുറച്ച് ജോലിക്കായിട്ട് വന്നവരുണ്ട്, അവർക്ക് കേരളത്തിൽ വോട്ട് ചെയ്യുന്നവരുണ്ട്. അവർ പോളിംഗ് ബൂത്തിൽ പോവുകയാണ് 2024 ഇന്ത്യ ആര് ഭരിക്കണം. പക്ഷെ കേരളവുമായിട്ട് ബന്ധപ്പെട്ട് 20 സീറ്റ് കൺസേൺഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിപ്പോഴും പറയുന്നത് ഒരു സീറ്റ് പോലും കൺസേൺഡ് ആണ്. കാരണം ഇന്ത്യയുടെ ഭാവി തീരുമാനിക്കുന്ന ഒരു വോട്ട് പോലും അതിൽ പരമപ്രധാനമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. മറ്റുള്ളിടത്ത് കിട്ടി ഇതിൻ്റെ ആവശ്യമില്ല എന്നൊന്നും വിശ്വസിക്കുന്ന ഒരാളെ അല്ല. കാരണം അതാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. ഇത്ര സീറ്റേ ഉള്ളൂ, ഇത്ര വോട്ടേഴ്സേ ഉള്ളൂ, ഇതൊന്നും ഞങ്ങൾക്ക് പ്രശ്നമല്ല, അതൊന്നുമല്ല ഇവിടുത്തെ ഇഷ്യൂ. ഇവിടുത്തെ ഇഷ്യൂ ജനാധിപത്യപരമായിട്ട് 2024 ഇന്ത്യ ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കുന്ന വിധിയെഴുത്താണ് നാളെ കേരളക്കാരും മലയാളികളും ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, ഞാൻ ആദ്യം പറഞ്ഞൊരു വീഡിയോ, അതിനകത്ത് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്താണ് കേരളത്തിലെ 2024 ഒരു ചരിത്രപരമായ മാറ്റമുണ്ടാകും എന്ന് ഞാൻ വളരെയധികം പ്രാവശ്യം വീഡിയോയിൽ വളരെ എംഫസൈസ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇന്നത്തെ അവസാന മൗന പ്രചരണം ഇന്ന് കഴിയുമ്പോൾ അത് വളരെ വിസിബിളായിട്ട് വന്നു. അതായത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ 2024 ഇലക്ഷൻ ഏറ്റവും വലിയ ചരിത്രപരമായ സംഭവമായിരിക്കും. നിങ്ങൾ ഈ പറയുന്ന പത്രമാധ്യമങ്ങളുടെ പല പ്രഡിക്ഷനും നിങ്ങൾ കേട്ടു, സർവേകൾ കേട്ടു. അപ്പം എൻ്റെ ഒരു അസസ്മെൻ്റ് ഉണ്ട്, ഒരു അനാലിസിസ് ഉണ്ട്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടാണ് കേരളത്തിലെ പല കോൺസ്റ്റിറ്റ്യുവൻസിയെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ ആദ്യം ആ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്കതിനെ താരതമ്യപ്പെടുത്തി നോക്കാം. ഇപ്പോൾ തിരുവനന്തപുരം എടുക്കുക, കേരളത്തിലെ മാധ്യമങ്ങളും എല്ലാം പറയുന്നു, ഇവിടെ ലോക്കൽ ചാനലെല്ലാം പറയുന്നു ശശി തരൂരായിരിക്കും വലിയ ഭൂരിപക്ഷത്തിന് വിജയിക്കുന്നത്. പക്ഷെ ഞാൻ ആദ്യം പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു. കാരണം തിരുവനന്തപുരത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു CPM, അതായത് LDF എന്നൊരു കാൻഡിഡേറ്റ് ആ മത്സരത്തിൽ നിന്ന് ഇല്ലാതായത്. പന്ന്യൻ രവീന്ദ്രൻ പൂർണ്ണമായിട്ട് ഔട്ടായിപ്പോയി. ഇപ്പം ആ ഫ്രെയിലുള്ളത് മത്സരത്തിൽ പ്രധാനമായിട്ട് നിൽക്കുന്നത് ടൈറ്റ് ഫൈറ്റാണ് ശശി തരൂരും രാജീവ് ചന്ദ്രശേഖരുമാണ്. അപ്പം ഇതിനെ ബേസ് ചെയ്താണ് പല ആൾക്കാരും പ്രഡിക്ഷൻ നടത്തിയിരിക്കുന്നത്. അപ്പം ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഘടകം, ശശി തരൂരിന് ഏറ്റവും കൂടുതൽ കഴിഞ്ഞ 3 പ്രാവശ്യം വോട്ട് ചെയ്തുകൊണ്ടിരുന്നത് തിരുവനന്തപുരത്തുള്ള മിഡിൽ ക്ലാസിൻ്റെ ശക്തമായ പിന്തുണ, പിന്നെ എലീറ്റ് ക്ലാസ്, അതായത് മിഡിൽ ക്ലാസ്സും എലീറ്റ് ക്ലാസ്സും ഒരുമിച്ചാണ് ശശി തരൂരിന് പിന്തുണ കൊടുത്തുകൊണ്ടിരുന്നത്. അത് എല്ലാവർക്കും അറിയാവുന്ന സത്യമാണ്. ഗ്ലോബൽ ഇന്ത്യൻ, യുണൈറ്റഡ് നേഷൻ്റെ വളരെ സീനിയർ ഉദ്യോഗസ്ഥൻ, പിന്നെ അദ്ദേഹത്തിൻ്റെ സംസാര ഭാഷ ശൈലി. അപ്പം ആ മിഡിൽ ക്ലാസ്സിനകത്ത് ഇപ്രാവശ്യത്തെ ഇലക്ഷനിൽ കണ്ട ഏറ്റവും വലിയ സത്യം, അവരിപ്പം റോഡിൽ പോയിട്ട് ആർക്കാ വോട്ട് ചെയ്യുന്നതെന്നൊന്നും അവർ പറയുന്ന കാര്യമൊന്നുമില്ല. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം, ആ മിഡിൽ ക്ലാസ്സിനകത്ത് ശശി തരൂരിന് പോകുന്ന വോട്ടുകൾ വെർട്ടിക്കലായിട്ട് അങ്ങ് സ്പ്ലിറ്റായി. അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത്. അപ്പോൾ CPM എന്ന പാർട്ടി, ഇടതുപക്ഷവും തിരുവനന്തപുരത്ത് വളരെ ശക്തമാണ്. പക്ഷെ അവരുടെ കാൻഡിഡേറ്റ് എവിടെയില്ലാതായിപ്പോയി. അതാണ് അതിൻ്റെ അകത്ത് മറ്റൊരു വസ്തുത എന്ന് പറയുന്നത്. പന്ന്യൻ രവീന്ദ്രനെ പോലെ ഒരു കാൻഡിഡേറ്റാണ് എവിടെയല്ലാതായി പോകുന്നത്. അതുകൊണ്ടാണ് CPMൻ്റെ നേതാക്കന്മാരും ഇടതുപക്ഷത്തിൻ്റെ പല നേതാക്കന്മാരും പറയാൻ തുടങ്ങിയത് തിരുവനന്തപുരത്തും പലയിടത്തും നടക്കുന്നത് UDF വേഴ്സസ് BJP ആണ്, അല്ലെങ്കിൽ CPM വേഴ്സസ് BJP ആണ്. അതായത് BJP എന്ന് പറയുന്ന പാർട്ടി ഇത്രയും നാളും കേരളത്തിൽ മത്സരിച്ചപ്പോൾ ഉണ്ടാകാത്ത ഒരു മാറ്റമാണ്, വലിയ മാറ്റം. അതാണ് ഞാൻ പറഞ്ഞത്, ചരിത്രപരമായ മാറ്റം ഈ 2024 ഇലക്ഷനിൽ ഉണ്ടായി. ഉറപ്പായിട്ടും മത്സരം ടൈറ്റാണ്. ശശി തരൂർ ആദ്യം പുറകിലായിരുന്നു, പിന്നീട് അയാൾ തിരിച്ചു പിടിക്കാൻ നോക്കി. എന്നാൽ പോലും ഞാൻ കൃത്യമായിട്ട് പറയുന്നു, രാജീവ് ചന്ദ്രശേഖരനായിരിക്കും മുൻതൂക്കം കിട്ടുന്നത്. കാരണം ഈ പറയുന്ന ചെറുപ്പക്കാരുടെ ഇടയ്ക്കും, അതേപോലെ ഈ പുതിയ ജനറേഷൻ, എക്സ് ജനറേഷൻ ആണെങ്കിലും Y ജനറേഷൻ, അതായത് 18 മുതൽ 35 വയസ്സ് വരെയുള്ള പ്രായമുള്ളവരുടെ വോട്ടേഴ്സ് അതിനിർണായകമാണ്. അതിനകത്ത് ശശി തരൂരിന് എപ്പോഴും കിട്ടിക്കൊണ്ടിരുന്ന N ബ്ലോക്ക് വോട്ട് ലിറ്ററലി സ്പ്ലിറ്റായി. ഇതിനെ കാൽക്കുലേറ്റ് ചെയ്തും അവിടെ ട്രഡീഷണൽ ആയിട്ടുള്ള BJP വോട്ടും
അതിനെ അസസ് ചെയ്താണ് പറയുന്നത് ഇപ്പോഴും അവിടെ മുൻതൂക്കം രാജീവ് ചന്ദ്രശേഖരനായിരിക്കും. അപ്പം അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന വലിയ ഭൂരിപക്ഷമൊന്നുമില്ല, പക്ഷേ അയാൾക്കാണ് മുൻതൂക്കം. ഇനി അറിയത്തില്ല അവസാനം ഈ ക്രോസ് വോട്ടൊക്കെ ചെയ്തിട്ട്, കാരണം CPM എപ്പോഴും ചെയ്യുന്ന പരിപാടിയാണ് അവിടെ BJP കാൻഡിഡേറ്റിനെ തോൽപ്പിക്കുവാൻ വേണ്ടി അപ്പുറത്തോട്ട് മാറ്റി വോട്ട് ചെയ്യുക. കാരണം അവർ സ്ഥിരം പരിപാടിയാണിത്. അതറിയത്തില്ല. അതൊക്കെ വരുവാണെങ്കിൽ ഈ പിക്ചർ മാറും. നേരത്തെ തിരുവനന്തപുരത്ത് ഈ ഒരു കാൻഡിഡേറ്റ് ഉണ്ടായിരുന്നു, കുമ്മനം രാജശേഖരൻ. അപ്പം അദ്ദേഹം അന്ന് മത്സരിച്ചപ്പോൾ RSSൻ്റെയും വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ രീതിയിലാണ്. പക്ഷേ ഇപ്രാവശ്യം രാജീവ് ചന്ദ്രശേഖരൻ ഡയറക്റ്റ് മോദിയുടെ കാൻഡിഡേറ്റാണ് മത്സരിക്കുന്നത്. രണ്ട് വ്യത്യാസമാണ്. അന്നത് RSS VHPയുടെ കാൻഡിഡേറ്റാണ്. ഇപ്രാവശ്യം രാജീവ് മത്സരിക്കുന്നത് BJP കാൻഡിഡേറ്റ് ആയിട്ടാണ്. അപ്പം ആ വ്യത്യാസം അവിടെ ഉൾക്കൊണ്ട് ഏത് രീതിയിലാണ് ജനങ്ങൾ പോയി വിധി നിർണയിക്കുന്നത്, അതിൻ്റെ റിസൾട്ട് വന്നിട്ടേ കാണാൻ സാധിക്കുകയുള്ളൂ. ആറ്റിക്കിൽ എനിക്ക് വലിയ സംശയമൊന്നുമില്ല, ഉറപ്പായിട്ടും അവിടെ ജോയിക്കാണ് സാധ്യത. പക്ഷേ അടൂർ പ്രകാശ് നല്ല ഫൈറ്റ് കൊടുക്കുന്നുണ്ട്. പിന്നെ ഉണ്ടാകാൻ പോകുന്നൊരു സംഭവം എന്ന് പറയുന്നത് അവിടെ BJPയുടെ വോട്ട് ഷെയർ കൂടും. അതായത് മുരളീധരൻ അവിടെ ശക്തമായ രീതിയിൽ വോട്ട് പിടിക്കും. മുരളീധരൻ വോട്ട് കൂടുതൽ പിടിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ജോയ് തോറ്റുപോകും. കാരണം ഓരോ ഘടകങ്ങൾ ഓരോന്നായിട്ടാണ് ഇത് പോകുന്നത്. പിന്നെ മറ്റ് ഒരു സീറ്റാണ് പത്തനംതിട്ട. ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു, അനിൽ ആന്റണിയാണ് ഒരു നല്ലൊരു കറുത്ത കുതിരയാകുവാൻ, ഡാർക്ക് ഹോൾസ് ആകാനുള്ള സാധ്യതയുണ്ട്. ആ സമയത്ത് പലരും എന്നെ എതിർത്തു, പലരും കളിയാക്കി. പിന്നീട് മലയാള മനോരമയുടെ പോലും ചാനലിൽ നടന്ന അഭിപ്രായ സർവേയിൽ അനിൽ ആന്റണിയാണ് 2ാം സ്ഥാനത്ത് വരുന്നത് എന്ന് പറഞ്ഞു. നിങ്ങൾ നോക്കുക ഇവിടുന്ന് എങ്ങോട്ട് പോയി. പക്ഷെ ഇപ്പം വളരെ ക്ലാരിറ്റിയാണ്. ആന്റോ ആന്റണി അനിൽ ആന്റണിയും തമ്മിലായി മത്സരം. അത് പൂർണ്ണമായിട്ട് തോമസ് ഐസക് ഔട്ടായിപ്പോയി. തോമസ് ഐസക്കിനെ ഔട്ടാക്കിയത് അയാളുടെ കയ്യിലിരിപ്പും ഇന്നത്തെ കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി ഇതേപോലെ മോശമാക്കിയ ഒരാൾ തോമസ് ഐസക്കാണെന്ന് എല്ലാവർക്കും പിടി കിട്ടി. കാരണം ബേസിക്കലി പത്തനംതിട്ടയിൽ തോമസ് ഐസക്കിനെ എക്സ്പോസ് ചെയ്തു. ഈ മനുഷ്യനെ കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല, ഇയാൾ ഇവിടെ വരേണ്ട ആവശ്യമില്ല. അതിൻ്റെ പേരിലാണ് ഈ ഫ്രെയിൽ നിന്ന് മത്സരത്തിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ടാണ് ഐസക് ഔട്ടായി പോകുന്നത്. പിന്നീട് ഈ പത്തനംതിട്ടയിലെ ഓർത്തഡോക്സ് വിഭാഗം അനിൽ ആന്റണിക്കാണ് പിന്തുണ കൊടുക്കുന്നത് ഇന്നർ സൈഡിൽ കൂടെ. ഇതും ഒരു ഘടകമാണ്. പിന്നെ പെന്തക്കോസ്റ്റിൻ്റെ വിവിധ വിഭാഗങ്ങൾ അനിൽ ആന്റണി ജയിക്കട്ടെ എന്നൊരു സംഭവമുണ്ട്. പിന്നെ BJPക്കകത്ത് കേരളത്തിൽ മത്സരിക്കുന്ന ഒരേ ഒരു ക്രിസ്ത്യൻ കാൻഡിഡേറ്റ് അനിൽ ആന്റണിയാണ്. അപ്പം എൻ്റെ വീണ്ടും പറയുന്നു, അവിടെ ചാൻസ് കൂടുതലും ആന്റോയ്ക്കാണെങ്കിലും അനിൽ ആന്റണി അവിടെ അത്ഭുതകരമായിട്ട് വിജയിക്കുവാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. ചാൻസ് ഉണ്ട് ഇപ്പോഴും. അതെങ്ങനെയാണ് അതിൻ്റെ വോട്ടിംഗ് പെർസെൻറ്റേജ് അനുസരിച്ചിരിക്കും എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത്. തിരിച്ച് ആലപ്പുഴയിലോട്ട് വരുവാണെങ്കിൽ ആലപ്പുഴ സംഭവം ഇതൊന്നും ആയിരുന്നില്ല. അതായത് മിറാക്കുലസ് എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കാൻഡിഡേറ്റായിട്ട് ശോഭാ സുരേന്ദ്രൻ കയറി വരുന്നു. അതായത് ആരും പ്രതീക്ഷിക്കുന്നില്ല BJPയുടെ കാൻഡിഡേറ്റ് ഇത്രമാത്രം ഫൈറ്റ് ചെയ്യുമെന്ന്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം CPMനകത്തുള്ള പ്രശ്നം തന്നെയാണ്. പിന്നെ ആരിഫ് എന്ന് പറഞ്ഞ 2019 കനൽ തരി, അയാളെ സ്റ്റാമ്പ് ചെയ്തു. അയാൾ ഒരു വർഗീയവാദിയും PFIയുടെ ആളും SDPയുടെ ആളും. സ്റ്റാമ്പ് ചെയ്ത കോൺഗ്രസ്സുകാരും BJPക്കാരൊന്നും അല്ല, സ്റ്റാമ്പ് ചെയ്ത CPMക്കാർ തന്നെയാണ്. കാരണം CPMനത്തെ അടിപിടി ബേസിക്കലി ഇയാളെ തളർത്തി കളഞ്ഞു. കാരണം അയാളും ഈ മത്സരത്തിൽ എവിടെയും കാണാൻ സാധിക്കത്തില്ല. കാരണം എനിക്ക് തോന്നുന്നില്ല ആരിഫ് 2ാം സ്ഥാനത്ത് പോലും വരാൻ പാടാണ്. കാരണം അവിടെ ഒരു മുസ്ലിം കൺസോളിഡേഷൻ നടന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഹിന്ദു വോട്ട് പോളറൈസേഷൻ ഉണ്ടായി. ഇതാണ് ഞാൻ ആദ്യം മുതൽ വീഡിയോ പറഞ്ഞത്. നിങ്ങൾ മുസ്ലിം വോട്ടിലോട്ട് കയറി കൺസോളിഡേറ്റ് ചെയ്യുമ്പോൾ ഇപ്പുറത്ത് മെജോറിറ്റി ഇപ്പുറത്ത് പോളറൈസ് ചെയ്യും. നേരെ റിവേഴ്സ് ഉണ്ടായി. അതാണ് ആലപ്പുഴ സംഭവം. അതിൻ്റെ പേരിലാണ് ആരിഫുള്ള അമ്പലങ്ങളിലൊക്കെ കയറി ഇറങ്ങി നടക്കുന്നത്. അതായത് SDPയെയും PFIയെയും ആലപ്പുഴയിൽ കൊണ്ടുവന്നത് ആരിഫും, ആലപ്പുഴ ജില്ലയിൽ കൊണ്ടുവന്ന ആരിഫും ഈ സലാം എന്ന് പറഞ്ഞ MLA ആണെന്ന് ഈ ഏറ്റവും കൂടുതൽ പറഞ്ഞു വരുത്തിയത് CPM കേഡേഴ്സാണ്. അവരുടെ ഗ്രൂപ്പിലാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തത്. അപ്പോൾ അങ്ങനെയാണ് ആലപ്പുഴയിൽ ഉണ്ടായത്. അതായത് മത്സരം മാത്രമല്ല, ശോഭാ സുരേന്ദ്രൻ ഒരു
ശക്തമായ രീതിയിലാണ് അവിടെ വന്നിരിക്കുന്നത്. അതിൻ്റെ റിസൾട്ട് എന്താണെന്നുള്ളത് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നൊന്നുമില്ല KC വേണുഗോപാൽ അവിടെ ജയിക്കുമെന്നും. കാരണം റിസൾട്ട് വന്നേ അത് പറയാം. കാരണം വലിയ മാറ്റമാണ് കമ്മ്യൂണിസ്റ്റ് മണ്ണിൽ ആലപ്പുഴയിൽ ഉണ്ടായിരിക്കുന്നത്. തിരിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇടുക്കിയാണെങ്കിൽ ഡീൻ കുര്യാക്കോസിന് വാക്ക് ഓവറാണ്, വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. കോട്ടയം മണ്ഡലത്തിൽ ഉറപ്പായിട്ടും അവിടെ ഫ്രാൻസിസ് ജോർജ് UDF ജയിക്കും. എറണാകുളത്ത് IB ഈഡന് കേക്ക് വാക്കായിരിക്കും. അതായത് കേക്ക് വാക്ക് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ജയിച്ചു, നല്ല ഭൂരിപക്ഷം ജയിക്കും. പക്ഷേ അവിടെ വോട്ട് പിടിക്കുന്ന 2020 ഏകദേശം 1,00,000-ലധികം വോട്ട് പിടിച്ചു കഴിഞ്ഞാൽ എന്താണ് ആ മണ്ഡലത്തിലെ മാറ്റം എന്നുള്ളത് അക്കൗണ്ട് ചെയ്തിട്ടേ മനസ്സിലാക്കാൻ സാധിക്കൂ. ചാലക്കുടിയിലും അതുതന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അവിടെ 2020 ബെന്നി ബെഹനാൻ, അതേപോലെ CPMൻ്റെ കാൻഡിഡേറ്റ്. അവിടെയും എനിക്ക് തോന്നുന്നു അവിടെ 2020 എത്ര വോട്ട് പിടിക്കുന്നു അതിനെ അനുസരിച്ചായിരിക്കും ബെന്നിയുടെ വിജയം ഉണ്ടാകാൻ പോകുന്നത്. തിരിച്ച് നമ്മൾ തൃശ്ശൂരോട്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പോഴും വളരെ സ്മൂത്തായിട്ട് ഞാൻ വിശ്വസിക്കുന്നു, ഇൻക്ലൂഡിങ് തൃശ്ശൂർ പൂരം ഉൾപ്പെടെയുള്ള ഇഷ്യൂസിൽ അവിടെ ഉണ്ടാകാൻ പോകുന്നത് സുരേഷ് ഗോപിക്ക് വിജയം ഉണ്ടായിരിക്കും. അതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അവിടെ മുരളീധരൻ 3-ാം സ്ഥാനത്തേക്ക് പോകാനുള്ള സംഭവമാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ. കാരണം മുരളിക്ക് ഈ പറയുന്ന പോലെ പാർട്ടിക്കകത്ത് ഓളങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. കാരണം മുരളി ഏതാണ്ട് തഴഞ്ഞ രീതിയിലാണ് അവിടുത്തെ കോൺഗ്രസ് പ്രവർത്തനം. അത് കോൺഗ്രസ് പാർട്ടിയും ഒന്നുമല്ലാതായ ഒരു സ്ഥലമാണ് തൃശ്ശൂർ എന്ന് പറയുന്നത്. ആലത്തൂർ ഉറപ്പായിട്ട് അവിടെ രാധാകൃഷ്ണൻ അതിരാവിലെ തന്നെ ജയിക്കും. നമ്മൾ പറയുന്നത് കേൾക്കുന്നുണ്ട്, 8 മണിക്ക് ജയിക്കും. കാരണം അവിടെ ക്ലീൻ സ്വീപ്പ് ആയിരിക്കും. അവിടെ രമ്യ ഹരിദാസ് എന്ന് പറഞ്ഞാൽ എവിടെ എത്തത്തില്ല. പാലക്കാട് വിജയരാഘവനാണ് വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ സാധ്യതയുണ്ട്. കാരണം ശ്രീകണ്ഠൻ എവിടെയില്ല. കാരണം അത് ബേസിക്കലി ആലത്തൂരും പാലക്കാടുമാണ് CPMൻ്റെ പ്രോമിസിങ് ആയിട്ടുള്ള 2 സീറ്റുകൾ. ഇനി നമ്മൾ തിരിച്ചങ്ങോട്ട് പോവുകയാണെങ്കിൽ പൊന്നാനിയും മലപ്പുറവും. പൊന്നാനിയിൽ ഞാൻ പറഞ്ഞ ആദ്യത്തെ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുന്നത് പൊന്നാനി മലപ്പുറം. അതിനകത്ത് പൊന്നാനിയിൽ ലീഗിൻ്റെ സമാധാനി തോൽക്കും എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. അതിൽ പൂർണ്ണമായിട്ട് ഉറച്ചു നിൽക്കുക. അതായത് മാറ്റമെന്ന് പറയുന്നത് ഞാൻ വളരെ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ നവോത്ഥാനം ഉണ്ടാകാൻ പോകുന്ന മലപ്പുറത്തു നിന്നും മലബാറിൽ നിന്നുമായിരിക്കും. കാരണം ഇപ്പം വന്ന ചെറുപ്പക്കാരായ ഡിജിറ്റൽ ജനറേഷൻ, അതായത് ആ പ്രായത്തിൻ്റെ ഏജ് എടുക്കുകയാണെങ്കിൽ അവർക്ക് ഈ കറുപ്പും ഇട്ട് മുമ്പോട്ട് പോകാൻ അതിനോട് താല്പര്യമൊന്നുമില്ല. അവർക്ക് ആ ജനറേഷൻ എന്ന് പറഞ്ഞ എഡ്യൂക്കേറ്റഡ് ജനറേഷനാണ്. അവിടെ സമസ്ത ലീഗിൻ്റെ ഒന്നുമല്ല ഗെയിം. ഇതൊക്കെ ഇവിടുത്തെ നിങ്ങൾ ആദ്യം മനസ്സിലാക്കുന്ന ചെറുപ്പക്കാരുടെ ഫീലിംഗ് എന്തുവാണ്. അവർക്ക് വീട്ടിനുള്ളിൽ കറുപ്പും മറ്റേ ചാക്കൊക്കെ ഇട്ടുന്ന ഇതിനോട് താല്പര്യമില്ല. അവർക്ക് മ്യൂസിക്, സിനിമ, പുതിയ ലോകം, സോഷ്യൽ മീഡിയ, ഇതിനകത്ത് പോകാനാണ് താല്പര്യം. അല്ലെങ്കിൽ അവിടെ തൊപ്പി എന്നും പറഞ്ഞൊരു കഥാപാത്രം ആലോചിച്ച് നോക്കുക. കാരണം സോഷ്യൽ മീഡിയയിലെ സംഭവമാണ്. അയാൾ ഇത്രയും ഫേമസ് ആയിട്ട് ഇത്രയും അനുഭാവികൾ ഉണ്ടാകാനുള്ള കാരണം എന്താണ്? അത് ആദ്യം സ്റ്റഡി ചെയ്യുക. അപ്പം അവർക്ക് മുസ്ലിം ലീഗും അതേപോലെ സമസ്തയും, അതായത് MD ഉസ്താദ്, ഒരു പെൺകുട്ടി 14 വയസ്സുള്ള പെൺകുട്ടി ഒരു സ്റ്റേജിൽ സമ്മാനം മേടിക്കാൻ പോകുന്നു. ഈ സമസ്തയുടെ MD ഉസ്താദിനോട് ഇറക്കി വിടുകയാണ്. കാരണം അവർക്ക് പാരമ്പര്യ രീതിയിലുള്ള ഇസ്ലാമിലോട്ട് പോകാനാണ് താല്പര്യം. അതിനെ ബ്രേക്ക് ചെയ്യാനാണ് അവിടുത്തെ ചെറുപ്പക്കാരുടെ താല്പര്യം. എനിക്ക് ഇവിടെ ഞാൻ പറയുന്ന ഒരു സംഭവമുണ്ട്. ഇവിടെ മലപ്പുറത്ത് പോലും ET മുഹമ്മദ് ബഷീർ തോക്കുകയാണെങ്കിൽ എനിക്ക് അതിൻ്റെ അത്ഭുതപ്പെടാനില്ല. കാരണം ചെറുപ്പക്കാർക്ക് ഈ ലോകത്തെ നേരിട്ടറിയാം. അവർ നിങ്ങളീ പറഞ്ഞു കൊടുക്കുന്ന ലോകമൊന്നും അല്ലെന്ന് അറിയാം. അവർക്ക് ഈ സൗദി അറേബ്യയിലുള്ള ഇസ്ലാമിക രാജ്യങ്ങളിൽ നടക്കുന്ന മാറ്റങ്ങൾ അറിയാം. കാരണം ഇതെല്ലാം ഉൾക്കൊണ്ട് അവർ പോകുന്നത്. ഇപ്പം സമസ്തയിലുള്ളവർ അങ്ങനെ വോട്ട് ചെയ്യണം, ഇങ്ങനെ വോട്ട് ചെയ്യണം. അപ്പം അവരുടെ വീട്ടിലെ കൊച്ചുമക്കളാണെങ്കിലും മക്കളും എന്താ തീരുമാനിക്കുന്നത്? ഞാനൊരു സിമ്പിൾ പോയിന്റാണ് പറയുന്നത്. അവർക്കറിയാം അവരുടെ ലൈഫിനെ മുഴുവനും, അവരുടെ പേരൻസിൻ്റെ ലൈഫിനെ മുഴുവനും കെട്ടിയിട്ട സംഭവമാണ് ഈ പറയുന്ന ഇസ്ലാമിലെ വേണ്ടാത്ത നിയമങ്ങൾ അടിച്ചേൽപ്പിച്ചത്. അതിനെ ബ്രേക്ക് ചെയ്യാൻ, അതായത് ഐസ് ബ്രേക്ക് ചെയ്യാൻ അവർക്ക് താല്പര്യമുണ്ട്. അത് ഈ ഇലക്ഷൻ കാണാം. പിന്നെ മറ്റൊന്ന്, ഈ ഇലക്ഷനിൽ 2 സീറ്റും ലീഗിൻ്റെ തോൽക്കുകയാണെങ്കിൽ ലീഗ് എന്ന് പറഞ്ഞ പാർട്ടി അതോടുകൂടെ ചിന്തിക്കും എന്താണ് മാറ്റങ്ങൾ ഉണ്ടാകേണ്ടത്. കാരണം അതിലേക്ക് നയിക്കുവാനുള്ള കാരണങ്ങളുണ്ട്. ഈ സമസ്തയൊന്നും അല്ല അവിടുത്തെ ഇഷ്യൂ. യഥാർത്ഥ ഇഷ്യൂലോട്ട് വരുമ്പോൾ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ
മലബാറിലുള്ള മുസ്ലിങ്ങൾ എന്താണ് ചെറുപ്പക്കാർ ഉദ്ദേശിക്കുന്നത്, അതാണ് വടകര നമ്മൾ കണ്ടത്. ഈ ഷാഫി പറമ്പിൽ ഇത്രയും പിന്തുണ ഈ ഗൾഫിൽ നിന്നാണെങ്കിലും ആ ഭാഗത്തുള്ള മുസ്ലിങ്ങൾ കൊടുക്കാനുണ്ടായ കാരണം എന്താ? ഷാഫി പറമ്പിലിനെ പോലൊരു നേതാവിനെയാണ് മുസ്ലിം ലീഗിന് താല്പര്യം. കാരണം ചെറുപ്പക്കാർക്ക് താല്പര്യം. കാരണം മോഡേൺ യുഗത്തിലാണ് ജീവിക്കുന്നത്, ലിബറലാണ്, നല്ലപോലെ പ്രസംഗിക്കാൻ കഴിയും. ഇതൊക്കെയാണ് അവർ മാറ്റർ ചെയ്യുന്നത്. അല്ലാതെ 80-90 വയസ്സുള്ള MD ഉസ്താദിനെ പോലെ പടുകളവൻ ഈ സ്ത്രീകളെ മുഴുവനും മാറ്റി നിർത്താൻ അതിനോട് താല്പര്യമില്ല. ഇതാദ്യം മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിന് മനസ്സിലാക്കണം. പിന്നെ അവിടെ ചെറുപ്പക്കാർ ആലോചിക്കുന്ന സംഭവമുണ്ട്. അവരുടെ പേരൻസും അവരുടെ ഗ്രാൻഡ് പേരൻസും എല്ലാം ഈ പറയുന്ന തങ്ങളുടെ കുടുംബം. ഇന്നത്തെ ചെറുപ്പക്കാർക്ക് ഈ കുടുംബവും കോപ്പും ഒന്നുമില്ല. അത് ആദ്യം മനസ്സിലാക്കുക. അവരുദ്ദേശിക്കുന്ന പുതിയ ലോകമാണ്. അതിൻ്റെ അത് കുടുംബവും കോപ്പും എവിടെ വരുന്നത്? ഈ കുടുംബം പറഞ്ഞാലാണ് വോട്ട് ചെയ്യുന്നത്. ഇതൊക്കെ തെറ്റായ ധാരണയാണ്. അതായത് ലോകം മാറി, അതിനനുസരിച്ച് ലീഗ് മാറിയില്ല, സമസ്ത മാറിയില്ല. അതിനെതിരെ ഇപ്രാവശ്യം മലബാറിൽ വോട്ട് ചെയ്യും. അതാണ് ഞാൻ വടകരയിൽ ഷാഫി പറമ്പലിൻ്റെ ഇത്രയും ആവേശം കണ്ടത്. കാരണം അതേപോലെയുള്ള ആളുകളെയാണ് ഈ മലപ്പുറത്താണെങ്കിലും പൊന്നാനിയിലാണെങ്കിലും ജനങ്ങൾക്ക് താല്പര്യം. അത് ജനങ്ങൾക്ക് ഈ ചെറുപ്പക്കാർക്ക് താല്പര്യം. അതാണ് ഈ മുസ്ലിം ലീഗിന് 2 സീറ്റിലും സംഭവിക്കാൻ പോകുന്നത്. വയനാട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഏകദേശം കഴിഞ്ഞ പ്രാവശ്യം 4 ലക്ഷമായിരുന്നു ഭൂരിപക്ഷം കിട്ടിയത് രാഹുൽ ഗാന്ധിക്ക്. ഇപ്രാവശ്യം അത്രയൊന്നും കിട്ടത്തില്ല. ഏകദേശം 2 ലക്ഷം, അതിന് താഴോട്ട് പോകാനാണ് സാധ്യത കൂടുതൽ. കോഴിക്കോട് MK രാഘവൻ തന്നെ സീറ്റ് പിടിക്കും. വടകര ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഷാഫിക്കാണ് മുൻതൂക്കമാണെങ്കിൽ ശൈലജ നല്ല ഫൈറ്റാണ് അവിടെ കൊടുക്കുന്നത്. അപ്പോൾ അത് അൺപ്രഡിക്റ്റബിൾ ആയിട്ടാണ് എനിക്കത് തോന്നുന്നത്. എന്നാലും അവിടെ മുൻതൂക്കം വരുന്നത് ഷാഫിക്കാണ്. അതേപോലെ നമ്മൾ ഇനി കണ്ണൂർ പോവുകയാണെങ്കിൽ വളരെ കൃത്യവും വ്യക്തമായിട്ടും പറയാം, സുധാകരൻ അവിടെ തോൽക്കാനുള്ള സാധ്യത കൂടുതൽ. അവിടെ ജയരാജനാണ് ഞാൻ കൂടുതൽ സാധ്യത കാണുന്നത്. അതുപോലെ കാസർഗോഡ് നമ്മൾ പോവുകയാണെങ്കിൽ രാജ്ഭവൻ ഉണ്ണിത്താൻ സാധ്യതയുണ്ട്. പക്ഷെ പോസിബിലിറ്റി അപ്പുറത്ത് CPM-ന്റെ കോട്ടയാണ്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അത് അവസാന മൂവ്മെൻറ്റിലായിരിക്കും ഇലക്ഷൻ്റെ ഒരു സംഭവം. അതേപോലെ പറയുന്നൊരു സംഭവമുണ്ട്, മുസ്ലിം വോട്ടുകൾ ഇനിഷ്യലി ഈ CPM-ന് അനുകൂലമായിരുന്നു CAA ഇങ്ങനെയുള്ള മറ്റുള്ള വിഷയത്തിൽ. പക്ഷെ പിന്നീട് മുസ്ലിം വോട്ടുകൾ ഈ UDF-ന് അനുകൂലമായിട്ട് പോകുന്ന ഒരു ആൻറ്റി മോദി തരംഗം അവിടെ ഉണ്ടായിട്ടുണ്ട് എന്ന് പല ആൾക്കാരോട് സംസാരിച്ചപ്പോൾ മനസ്സിലായിട്ടുണ്ട്. പിന്നെ ഈ ഇലക്ഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ആൻറ്റി പിണറായിയാണ്, UDF തരംഗമല്ല. സാമ്പത്തിക പ്രശ്നത്തിൽ അലയുന്നതിൻ്റെ എല്ലാം ഇതിനകത്ത് ഇഷ്യൂ ആണ്. ബേസിക്കലി പിണറായി വിജയനോടുള്ള പ്രശ്നം തന്നെയായിരിക്കും, അയാളുടെ വിരോധം തന്നെയായിരിക്കും ഈ ഇലക്ഷനിൽ ഉണ്ടാകാൻ പോകുന്ന ഏറ്റവും വലിയ വിധിയെഴുത്ത്.